6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിന് ശേഷം ഒരു കുപ്പിയിലെ പാലിൻ്റെ 1/2 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എന്നാൽ ചായയ്ക്ക് ഉപയോഗിച്ച പാൽ എത്ര ലിറ്ററാണ്? ഇവിടെ ചായയ്ക്ക് ഉപയോഗിച്ച പാലിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു കുപ്പിയിലെ പാലിൻ്റെ 1/2 ഭാഗമാണ് ചായ ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് ആദ്യം കണ്ടുപിടിക്കണം. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചു. അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? ആകെ 6 ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നത്, അതിനെ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചു. അപ്പോൾ 6നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് കിട്ടും. അതായത് 6/8 ലിറ്റർ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6നെ 8നെയും 2 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ 4/3 ലിറ്റർ എന്ന് കിട്ടും. ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 4/3 ലിറ്റർ. ഇനി ഇതിൻ്റെ 1/2 ഭാഗം എടുത്താണ് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ 4/3ൻ്റെ 1/2 ഭാഗം കാണണം. അതിനായിട്ട് 4/3 ഗുണം 1/2 കാണുക. 3ഉം 3ഉം ക്യാൻസൽ ചെയ്യാം. ഈ 4നെയും 2നെയും 2 ഉപയോഗിച്ച് ഹരിക്കുക. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2ഉം വരും. സമം 2/1 എന്ന് കിട്ടും. അതായത് 1/2 ലിറ്റർ പാലാണ് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ 80 ഡിഗ്രി ആയാൽ തുല്യമായ കോണുകളുടെ അളവ് എത്ര? ഇവിടെ ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോണിൻ്റെ അളവ് നൽകിയിട്ടുണ്ട് 80 ഡിഗ്രി. അങ്ങനെയെങ്കിൽ തുല്യമായ കോണുകളുടെ അളവ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ത്രികോണത്തിൽ 3 കോണുകളാണുള്ളത്. സമപാർശ്വ ത്രികോണം ആകുമ്പോൾ അതിൽ 2 എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ ആ 2 എണ്ണം തുല്യമാണ്. മൂന്നാമത്തെ കോണിൻ്റെ അളവാണ് നമുക്ക് നൽകിയിരിക്കുന്ന 80 ഡിഗ്രി. ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതിൽ ഒരു കോണിൻ്റെ അളവ് 80 ഡിഗ്രി ആണെങ്കിൽ മറ്റ് 2 കോണുകളുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? 180ൽ നിന്നും 80 കുറച്ചാൽ മതി. അപ്പോൾ 100 എന്ന് കിട്ടും. അതായത് ബാക്കി 2 കോണുകളുടെ അളവുകളുടെ തുക 100 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകൾ തുല്യമാണല്ലോ. അപ്പോൾ തുല്യമായ 2 കോണുകളുടെ അളവുകളുടെ തുകയാണ് 100 ഡിഗ്രി. തുല്യമായ 2 കോണുകളുടെ അളവുകളുടെ തുക 100 ഡിഗ്രി. അപ്പോൾ അവയിൽ ഓരോ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ 100ൻ്റെ പകുതി എടുത്താൽ മതി. 100/2 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് വേണ്ട കോണിൻ്റെ അളവ് 50 ഡിഗ്രി. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:2 ആകുന്നു. ചതുരത്തിൻ്റെ ചുറ്റളവ് 140 സെൻറ്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നൽകിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ചുറ്റളവും ഉണ്ട്. നമുക്ക് ആ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ചതുരത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ നീളവും വീതിയും അറിയണം. നീളവും വീതിയും കണ്ടുപിടിക്കാൻ നമുക്ക് ഈ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധവും ചുറ്റളവും ഉപയോഗിക്കാം. നോക്കുക, ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചതുരത്തിൻ്റെ നീളം 5x എന്നും വീതി 2x എന്നും എടുക്കാം. 5x 2x. ഇനി നീളവും വീതിയും അറിയാമെങ്കിൽ ചുറ്റളവ് കാണുന്നത് എങ്ങനെയാണ്? നീളവും വീതിയും കൂടെ കൂട്ടി അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. നീളവും വീതിയും കൂടെ കൂട്ടുമ്പോൾ 5x + 2x. ഇതിനെ ഇരട്ടിയാക്കണം. × 2. ഇതാണ് ചുറ്റളവ്. സമയം എത്ര വരും? 5x 2x കൂടെ കൂട്ടിയാൽ 7x. അപ്പോൾ 7x × 2 എന്ന് വരും. അല്ലെങ്കിൽ 14x ആണ് ഇതിൻ്റെ ചുറ്റളവ്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചുറ്റളവ് 140 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഈ 14xനെ 140നോട് ഇക്വേറ്റ് ചെയ്യുക. 14x = 140. അപ്പോൾ x എത്ര വരും? 140/14 = 10 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 5x എത്ര വരും? 5 × 10 അതായത് 50 എന്നും 2x 2 × 10 20 എന്നും കിട്ടും. അതായത് അതിൻ്റെ നീളം 50 സെൻറ്റിമീറ്ററും വീതി 20 സെൻറ്റിമീറ്ററുമാണ്. ഇനിയിപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഗുണം വീതിയാണ്. ലെങ്ത് × ബ്രെഡ്ത്ത്. അപ്പോൾ 50 × 20 കണ്ടാൽ മതി. 50 × 20 1000. അപ്പോൾ അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമായാൽ സംഖ്യ ഏത്? ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമാണെങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയില്ലാത്ത ആ സംഖ്യ നമുക്ക് x എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ആ സംഖ്യയുടെ 4 മടങ്ങ് എങ്ങനെ സൂചിപ്പിക്കും? എക്സിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് 4x എന്ന് എഴുതും. 4x എന്നുള്ളത് ഈ സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്ന് 96 കുറച്ചതിനോട് തുല്യമാണെന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ എക്സിൻ്റെ വർഗ്ഗം x² എന്ന് സൂചിപ്പിക്കാം. വർഗ്ഗത്തിൽ നിന്ന് 96 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ x² നിന്ന് 96 കുറയ്ക്കുക. അപ്പോൾ 4x = x² - 96 എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്.
ഇത് സോൾവ് ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, എക്സിന് പകരമായിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഈക്വൽ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉദാഹരണമായിട്ട് എക്സിന് 10 കൊടുത്താൽ ഇടതുവശം എന്ത് വരും? 4 × 10 40 വരും. വലതുവശം 10ൻ്റെ സ്ക്വയർ, അതായത് 100. 100 - 96 വരും. 100 ൽ 96 കുറച്ച് 4 അത് 40നോട് ഈക്വൽ അല്ല. അപ്പോൾ എക്സ് 10 ആകുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ ആവില്ല. അതുകൊണ്ട് 10 ഉത്തരമായി വരില്ല. ഇനി എക്സിന് പകരം 8 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 8ൻ്റെ സ്ക്വയർ 64. 64ൽ 96 കുറച്ചാൽ നെഗറ്റീവ് സംഖ്യയെ വരുള്ളൂ. 4 8 32. അപ്പോൾ ഇതും ഈക്വൽ ആവില്ല. എക്സിൻ്റെ വാല്യൂ 8 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഈ ഓപ്ഷൻ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം 9ൻ്റെ സ്ക്വയർ 81. 81ൽ 96 കുറച്ചാലും നെഗറ്റീവ് വാല്യൂ വരുള്ളൂ. അപ്പോൾ ഇതും ഉത്തരമാവില്ല. ഇനി ഓപ്ഷൻ സി മാത്രം നോക്കിയാൽ മതി. എക്സിന് 12 കൊടുത്തു കഴിഞ്ഞാൽ 4 12 48 ഇടതുവശത്ത് വരും. വലതുവശത്തോ 12ൻ്റെ സ്ക്വയർ 144. 144 - 96 വരും. അതും 48 തന്നെയാണ്. അതുകൊണ്ട് എക്സിന് 12 എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ ആവും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി 12. 3 12 27 48 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദമേത്? അപ്പോൾ ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത പദം കാണണമെങ്കിൽ തന്നിരിക്കുന്ന പദങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. 3നോട് 9 കൂട്ടിക്കഴിഞ്ഞാൽ 12 ആയി. 12നോട് 15 കൂട്ടിയാൽ 27 ആയി. 27നോട് 21 കൂട്ടിക്കഴിഞ്ഞാൽ 48 ആയി. ഇവിടെ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ നോക്കുക. 9 15 21 ഇവയാണ് കൂട്ടിയിരിക്കുന്നത്. 9നോട് കൂടി 6 കൂട്ടിയാൽ 15 കിട്ടും. 15നോട് 6 കൂട്ടിയാൽ 21 കിട്ടും. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ അടുത്ത കൂട്ടേണ്ട സംഖ്യ ഏതാണ്? 21നോട് 6 കൂട്ടിയാൽ കിട്ടുന്ന 27 ഇവിടെ കൂട്ടേണ്ടത്. 48 27 കൂടെ കൂട്ടുമ്പോൾ 75 കിട്ടും. അപ്പോൾ അടുത്ത് വരേണ്ട സംഖ്യ 75. ശരിയുത്തരം ഓപ്ഷൻ ബി. ക്ലോക്കിലെ സമയം 3:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ സൂചികൾക്കിടയിലുള്ള മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള കോണിൻ്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 3 × 60 180 വരും. 11 × 20 220. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോണളവ് കിട്ടും. നോക്കുക, ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് 220ൽ നിന്നും നമുക്ക് 180 കുറയ്ക്കാം. അപ്പോൾ 40 കിട്ടും. 40ൻ്റെ പകുതി 20 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. ശരിയുത്തരം ഓപ്ഷൻ എ. ഒരാൾ ഒരു സാധനം 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാവും? ഇവിടെ ഒരു സാധനം 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം കിട്ടി എന്ന് പറയുന്നു. എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ 10% നഷ്ടം ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇയാൾക്ക് ഈ സാധനത്തിന് എത്ര രൂപ ചെലവായി എന്നിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അയാൾക്ക് ചെലവായ തുക കണ്ടുപിടിക്കണം. ചെലവായ തുകയെ നമുക്ക് കോസ്റ്റ് പ്രൈസ് CP കൊണ്ട് സൂചിപ്പിക്കാം. 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1250 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% കൂടുതൽ അയാൾക്ക് കിട്ടി. അയാൾക്ക് ചിലവായ തുകയേക്കാൾ 25% കൂടുതൽ അയാൾക്ക് കിട്ടി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അയാൾക്ക് ചിലവായ തുകയുടെ 125%മാണ് 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ലഭിച്ചത്. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 125%മാണ് 1250. അത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ്റ്റ് പ്രൈസിൻ്റെ 125% കാണാൻ CP × 100ൽ 125. ഇതാണ് 1250. അപ്പോഴാണ് അയാൾക്ക് 25% ലാഭം കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് ചിലവായ തുക കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 100നെയും 125നെയും വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ 1250 × 100 / 125 എന്ന് വരും. 125 കൊണ്ട് 1250നെ ഹരിക്കാം. 10 എന്ന് കിട്ടും. 10 × 100 1000. അതായത് ആ സാധനത്തിന് അയാൾക്ക് ചിലവായ തുക 1000 രൂപയാണ്. ഇനി അയാൾക്ക് എത്ര രൂപയ്ക്ക് വിറ്റാൽ 10% നഷ്ടം ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കണം. 10% നഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 1000ത്തിനേക്കാൾ 10% വില കുറച്ച് അയാൾ വിൽക്കണം. 1000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1000ൻ്റെ 10ൽ1 ഭാഗമാണ്. 1000ൻ്റെ 10ൽ1 ഭാഗം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, 100 ആണ്. അപ്പോൾ 100 രൂപ കുറച്ച് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടം ഉണ്ടാവും. 1000ൽ നിന്ന് 100 കുറച്ചാൽ 900.
അപ്പോൾ 900 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാവും. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും പരസ്പരം കളിച്ചപ്പോൾ ആകെ 28 കളികളുണ്ടായി എങ്കിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എത്ര? ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാ ടീമുകളും പരസ്പരം കളിച്ചപ്പോൾ ആകെ 28 കളികൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. അതായത് ഒരു ടൂർണമെൻറ്റിൽ ആകെ n ടീമുകളാണ് പങ്കെടുക്കുന്നതെങ്കിൽ അവരെല്ലാവരും പരസ്പരം കളിച്ചാൽ ഉണ്ടാകുന്ന കളികളുടെ എണ്ണം എന്ന് പറയുന്നത് n×n-1/2 ആണ്. ഓർക്കുക, ആകെ n ടീമുകളാണ് പങ്കെടുക്കുന്നതെങ്കിൽ ആ n ടീമുകൾ പരസ്പരം കളിച്ചാൽ ഉണ്ടാകുന്ന ആകെ കളികളുടെ എണ്ണം n×n-1/2 ആണ്. നമുക്ക് n×n-1/2 സമം ഇവിടെ ആകെ കളികളുടെ എണ്ണം 28 ആണ്. 28 എന്ന് എടുക്കാം. അല്ലെങ്കിൽ n×n-1 സമം 2 × 28 56 എന്ന് കിട്ടും. അപ്പോൾ ഒരു സംഖ്യയും അതിന് തൊട്ട് പുറകിലുള്ള സംഖ്യയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 56 കിട്ടുന്ന ഏതാണ്? നമുക്കറിയാം 8 × 7 56 ആണ്. അപ്പോൾ n-ന് 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 56 കിട്ടും. അപ്പോൾ ടീമുകളുടെ എണ്ണം 8 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ക്യാറ്റ് സമം 24, ബാറ്റ് സമം 23, മാറ്റ് സമം 34 ആയാൽ സാറ്റിന് തുല്യമായ സംഖ്യ ഏത്? ഇവിടെ ക്യാറ്റ് സമം 24 നൽകിയിരിക്കുന്നു. അതുപോലെ ബാറ്റ് 23, മാറ്റ് 34. നമുക്ക് സാറ്റിന് തുല്യമായ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ക്യാറ്റിന് 24 വന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി എന്ന അക്ഷരം 3ാമത്തെ അക്ഷരമാണ്. എ 1ാമത്തെ അക്ഷരം, ടി 20ാമത്തെ അക്ഷരം. നോക്കുക, ഈ ക്രമ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 1 4 24 24 കിട്ടും. അതുപോലെ ഇവിടെയും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. B2, A1, T20, 20 1 21 2 23. M 13ാമത്തെ അക്ഷരമാണ്. എ 1ാമത്തെ അക്ഷരവും ടി 20ാമത്തെ അക്ഷരവും. അപ്പോൾ 21 21 13 34 ആ രൂപത്തിൽ വന്നു. അപ്പോൾ സാറ്റിന് തുല്യമായ സംഖ്യ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ അക്ഷരങ്ങളുടെ ഓരോന്നിൻ്റെയും ക്രമനമ്പർ എഴുതി അത് കൂട്ടിയാൽ മതി. നേരത്തെ ഇതുപോലെ തന്നെ T20ഉം A1ഉമാണ്. S 19 19 1 20 20 40 ആണ് വരുന്നത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 40. ഒരു സമാന്തര പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ 10ാം പദം എത്ര? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആണെന്ന് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 10ാം പദം കണ്ടുപിടിക്കണം. ഇവിടെ n പദങ്ങളുടെ തുക നൽകിയിരിക്കുന്ന എക്സ്പ്രഷൻ നോക്കുക. 3n² + 1. ഈ എക്സ്പ്രഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം സമാന്തര പ്രോഗ്രഷനിലെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ എക്സ്പ്രഷൻ ഒരിക്കലും ഇതുപോലൊരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവില്ല. എക്സ്പ്രഷനിൽ ഇതുപോലൊരു കോൺസ്റ്റൻറ്റ് ടേം 1 അതുപോലൊരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവില്ല. എല്ലാ പദങ്ങളിലും ഒന്നുകിൽ n ഉണ്ടാവും അല്ലെങ്കിൽ n² ഉണ്ടാവും. എന്നോ n² ഇല്ലാത്ത ഒരു കോൺസ്റ്റൻറ്റ് ടേം സമാന്തര പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുകയുടെ എക്സ്പ്രഷനിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ചിലപ്പോൾ ഇതേ രൂപത്തിൽ വരാം. Sn സമം ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3n² + n ഈ രൂപത്തിലാകാം. അപ്പോൾ ഈ രൂപത്തിലാണെങ്കിൽ എങ്ങനെ 10ാം പദം കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കുക, n-ന് പകരം 10 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കിട്ടും. അപ്പോൾ 3 × 10² + 10 എന്ന് വരും. 10ൻ്റെ സ്ക്വയർ 100. 3 × 100 300. 300നോട് കൂടി 10 കൂട്ടിയാൽ 310. അതായത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക 310 ആണ്. ഇനി n-ന് പകരം 9 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 9 പദങ്ങളുടെ തുക കിട്ടും. അപ്പോൾ 3 × 9² + 9 എന്നാവും. 9ൻ്റെ സ്ക്വയർ 81. അപ്പോൾ 3 × 81 + 9. 3 × 81 243 ആണ്. 243നോട് അധികം 9 ആണ്. 3 × 81 243. 243നോട് 9 കൂട്ടിക്കഴിഞ്ഞാൽ 252 വരും. 252. അപ്പോൾ നോക്കുക, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 310, 9 പദങ്ങളുടെ തുക 252. അപ്പോൾ 10ാം പദം കിട്ടുന്നതിനായിട്ട് ഈ 10 പദങ്ങളുടെ തുകയിൽ നിന്നും 9 പദങ്ങളുടെ തുക കുറച്ചാൽ മതി. അതായത് 310ൽ നിന്നും
252 കുറച്ചാൽ മതി. 310 നിന്ന് 252 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 58 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² അധികം n ആണെങ്കിൽ 10ാം പദം 58 ആയിരിക്കും.